12 അടിക്ക് ഒരു ഗേറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക്. ബാ ബൈ ബൈ ബൈ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള പൈപ്പ് 3 കൊന്നറിൻ്റെ 16 ഗേജിൻ്റെ 15 കിലോ വരുന്നത് കേട്ടോ. ആ ഒരു പൈപ്പ് അപ്പോളോൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് 3/4 സ്ക്വയർ ട്യൂബ് 4.5 കിലോൻ്റെ ലേസർ കട്ടിങ് ഒക്കെ അപ്പോളോൻ്റെ പൈപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനുള്ളത് കുറ്റിക്കുള്ള ആംഗിളാണ്. പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പട്ടിക 1.5 6.5 കിലോൻ്റെ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വിഷനിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ഗേറ്റിന്റെ നീളം കൊടുക്കുന്നത് 6 അടിയാണ്. അതായത് 2 പീസായിട്ടാണ് ചെയ്യുന്നത്. 12 അടി ഗേറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗേറ്റ് ഒരു പൊളി വരുന്നത് 6.5 വരും. അപ്പോൾ 12 അഞ്ചിന്റെ 2 ഗേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇത് ഡിഗ്രി അടിച്ചെടുക്കണം. ഫ്രെയിം സെറ്റ് ചെയ്യുന്ന മൂല കട്ട് ചെയ്ത് ഡിഗ്രി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള പൈപ്പുകളൊക്കെ കനുള്ള പൈപ്പുകളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൊണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കനം കമ്മിയുള്ള പൈപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഗേറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല കനുള്ള പൈപ്പുകളിനെ എടുക്കാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ ചെയ്യല് കേട്ടോ. നല്ല കനുള്ള പൈപ്പിലാണ് ഗേറ്റ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ആ ഫ്രെയിമുകൾ സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രെയിമിൻ്റെ സെറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. പാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. 4 മൂല സ്പോട്ട് എടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പിരിറ്റ് കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പിരിറ്റ് കറക്റ്റ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ തിരിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പിരിറ്റ് പക്കയാക്കി അതിനുശേഷം നമ്മൾ മൂലൊക്കെ പിടിച്ച് കറക്റ്റ് കോൺ കറക്റ്റ് ആക്കിയിട്ടാണ് വെൽഡ് ചെയ്തെടുക്കല് കേട്ടോ. ആ സ്പോട്ട് അടിച്ചുള്ളിൽ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഫുൾ സെറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെൽഡ് ചെയ്തെടുക്കല്. അപ്പോൾ 4 പുറം നമ്മൾ സ്പിരിറ്റ് പക്കയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് മൂല പിടിച്ച് ഫ്രെയിം സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ മൂല പിടിച്ച് കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 12 അടി നീളം 5 അടി വീതി 2 പൊളിയായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്തെടുക്കാണ്ട്. ഇതിലൊരു ലേസർ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു ലേസർ കട്ടിങ് വരുന്നുണ്ട്. പിന്നെ സാധാ ഡിസൈനാണ് വരുന്നത്. പട്ടികയിലുള്ള ഡിസൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 1.25 ഉണ്ട്. 16 ഗേജിൻ്റെ അല്ല 1.25 എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു 5 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു 1.25 പട്ടിക ഉണ്ടത്. ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പിന് ഒരു 5 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നേരെ അവിടെ സെറ്റ് ചെയ്യും. എന്നിട്ടാണ് ഇതിലുള്ള ഡിസൈൻ വരുന്നത്. ഇതിലൊരു 2 അടിക്ക് 1.5 അടിക്ക് ലേസർ കട്ടിങ് വരും ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതിൽ നമ്മൾ 3 കൊന്നര തന്നെ ഇതിൽ ഡിസൈൻ ചെയ്യാണ്. നമ്മുടെ സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നമ്മൾ സ്പോട്ട് അടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ 1.25 ഇഞ്ച് ഗ്യാപ്പും ഇത് 2 ഇഞ്ച് ഗ്യാപ്പാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലൊരു ലേസർ കട്ടിങ് വരും. ലേസർ കട്ടിങ് അടിക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ അടിയിൽ അടിക്കാനുണ്ട്. പിന്നെ ഇതിന് ഇനി ഫുള്ള് തിരിച്ചിട്ട് ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം കേട്ടോ.
ഇതിക്കുള്ള ലേസർ കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഡിസൈൻ അടിച്ചിട്ടുള്ളത്. ഈ ഡിസൈനാണ് കണ്ടാ. ഇത് അടിച്ചിട്ടുള്ളത് 3mm ഷീറ്റിലാണ് കേട്ടോ അത് അടിച്ചത്. 3mm ഷീറ്റാണ് നമ്മൾ ഇതടിക്കാൻ വേണ്ടി ലേസർ കട്ടിങ് അടിക്കാൻ എടുത്തുള്ളത്. മഴ കൊണ്ട് കിടക്കുന്നതല്ലേ. ഇതിൻ്റെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇത് 300 ചില്ലറ 340 രൂപ സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. ഇതിൻ്റെ കുറഞ്ഞത് 200 ചില്ലറ 2mm ഒക്കെ ആകുമ്പോൾ 260 270 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഇത് നല്ല സാധനത്തിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. 2 പീസ് അടിച്ചിട്ടുണ്ട് നമ്മൾ. അത് നമുക്ക് കഴിക്കിടാം. ഇങ്ങനെ നമ്മൾ ആ 3/4 ഇഞ്ചിൻ്റെ ബീഡിങ് അടിച്ചിട്ടില്ലേ, ആ 3/4 ഇഞ്ചിൻ്റെ ബീഡിങ് അടിച്ചേക്ക് ഇതുപോലെ സെറ്റ് വരികയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്കൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് താന്ന് കിടക്കട്ടോ. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ആ ഒരു വൃത്തി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെൽഡ് ചെയ്യില്ല, പുറഭാഗത്താണ് വെൽഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം.